السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ സമൂഹത്തിൽ വലിയ നിലക്ക് പ്രചരിച്ചിട്ടുള്ള, ആളുകൾ അറിഞ്ഞോ അറിയാതെയോ പ്രവേശിച്ചിട്ടുള്ള ഒരു കടുത്ത തിന്മയാണ് സിഹർ അഥവാ മാരണമെന്നുള്ളത്. കാരണം അവ്യക്തമായ നിഗൂഢമായ കാര്യങ്ങൾക്കാണ് അറബി ഭാഷയിൽ സിഹർ എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ശരീഅത്തിൽ സഹോദരങ്ങളെ, എന്താണ് സിഹർ എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അൽ മുഗ്നിയിൽ സിഹർ എന്ന് പറയുന്ന ഈ കടുത്ത തിന്മയെക്കുറിച്ച് എന്താണെന്ന് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹുവ ഉഖദുൻ വറുഖ യതകല്ലമു ബിഹി ഔ യക്തുബുഹു ഔ യഅമലു ശൈഅൻ യുഅസ്സിറു ഫീ ബദനിൽ മസ്ഹൂരി ഔ ഖൽബിഹി ഔ അഖ്ലിഹി മിൻ ഗൈരി മുബാശറത്തിൻ ലഹ്. സഹോദരങ്ങളെ, അദ്ദേഹം പറയുന്നത് ഇതൊരു വ്യക്തിയുടെ ശരീരത്തിലോ ഹൃദയത്തിലോ ബുദ്ധിയിലോ അവനുമായി യാതൊരു ബന്ധവുമില്ലാതെ തന്നെ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുന്ന ചില നിഷിദ്ധമായ മന്ത്രങ്ങളും ഉറുക്കുകളും അതുപോലെയുള്ള പ്രവൃത്തികളുമാണ് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി ഉപേക്ഷിക്കാൻ പറഞ്ഞ 7 വൻപാപങ്ങളിൽ ഇജ്തനിബു അസ്സബഅൽ മുബിഖാത്ത്, നിങ്ങളെ നാശത്തിലേക്ക് വധിപ്പിക്കുന്ന 7 കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിൽ എണ്ണിയിട്ടുള്ള ഒരു കാര്യം അസ്സിഹറാണ്. മാരണം എന്ന് പറയുന്ന കടുത്ത തിന്മയാണ്. സഹോദരങ്ങളെ, ഈ സിഹർ എന്ന് പറയുന്നത് അത് ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കടുത്ത കുഫറാണ്. ഒരു വ്യക്തിക്ക് ഒരിക്കലും തന്നെ സാഹിറാകാൻ സാധിക്കുകയില്ല, മാരണക്കാരാകാൻ സാധിക്കുകയില്ല, അവൻ അള്ളാഹുവിൻ്റെ ദീൻ അവിശ്വസിച്ചിട്ടല്ലാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവിശ്വസിച്ചിട്ടല്ലാതെ, വിശുദ്ധ ഖുർആനിനെ വലിച്ചെറിഞ്ഞിട്ടല്ലാതെ, അതുപോലെ തന്നെ ഈ ദീനിന്റെ പവിത്രമായ നിയമങ്ങളെ കാറ്റിൽ പറത്താതെ സഹോദരങ്ങളെ ഒരാൾക്കും സാഹിറാകാൻ സാധിക്കുകയില്ല. അതല്ലെങ്കിൽ പിശാചുമായിട്ടുള്ള അടുത്ത ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാതെ ഒരുവനും സിഹർ എന്ന് പറയുന്ന മന്ത്രം അത് പഠിക്കാൻ സാധിക്കുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഇദാ സൂറത്തുൽ ബഖറയിൽ സിഹറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ. അവിടെ ഉണ്ടായിരുന്ന ബനു ഇസ്രായേലുകാർ അവർ പറഞ്ഞു പ്രചരിപ്പിച്ചു കളഞ്ഞു, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രാജവാഴ്ച എന്ന് പറയുന്നത് അതിന്റെ രഹസ്യം അദ്ദേഹം സിഹർ പഠിച്ചത് കൊണ്ടാണ്. സിഹറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പിശാചുക്കളെ അധീനപ്പെടുത്തിക്കൊണ്ടാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ലഭിച്ചിട്ടുള്ള ഈ മുഅ്ജിസത്തുകൾ എന്ന് ബനു ഇസ്രായേലുകാർ പ്രഖ്യാപിക്കാൻ തുടങ്ങി, പ്രചരിപ്പിക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. അത് യഥാർത്ഥത്തിൽ പിശാചുക്കൾ പരത്തിയിട്ടുള്ള കാര്യമാണ്.
അതിനെയാണ് അവർ പിൻപറ്റിയിട്ടുള്ളത്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രാജവാഴ്ചയെക്കുറിച്ച് പിശാചുക്കൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് സിഹറാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ കഫറ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം സിഹർ പഠിച്ചിട്ടില്ല. അങ്ങനെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം കാഫിറായിട്ടുമില്ല. വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ, ജനങ്ങളെ സിഹർ പഠിപ്പിക്കുക വഴി, മാരണം പഠിപ്പിക്കുക വഴി പിശാചുക്കളാണ് യഥാർത്ഥത്തിൽ കാഫിറുകളായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. സഹോദരങ്ങളെ, ഈ ആയത്തിൽ വളരെ കൃത്യമായി കാണാൻ സാധിക്കും, സിഹർ എന്ന് പറയുന്ന, മാരണം എന്ന് പറയുന്ന ഈ കാര്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കടുത്ത കുഫ്റാൻ. അതുകൊണ്ട് തന്നെ കാഫിറാകാത്ത ഒരുവൻ ഒരിക്കലും സിഹർ ചെയ്യാൻ സാധിക്കുകയില്ല. ഇബ്നു ജുറൈജ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ലാ യജ്തരിഉ അല സിഹ്രി ഇല്ലാ കാഫിർ, ഒരു കാഫിറിനല്ലാതെ സിഹർ ചെയ്യാൻ അവൻ ധൈര്യപ്പെടുകയില്ല എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, എന്നാൽ ഖേദകരമെന്ന് നമുക്ക് പറയാം, സമൂഹത്തിൽ വലിയൊരു വിഭാഗം അറിഞ്ഞോ അറിയാതെയോ പല നിലക്കുള്ള സിഹറിന്റെ വലയത്തിൽ അവർ പെട്ടുപോയിട്ടുള്ളത് കാണാൻ സാധിക്കും. അല്ല, പൈശാചിക പ്രവർത്തനങ്ങളിലൂടെ തങ്ങൾ കാണിക്കുന്ന അത്ഭുതങ്ങളെല്ലാം തന്നെ കറാമത്താണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ദീനും സമ്പത്തും അഭിമാനവും കൊള്ളയടിക്കുന്ന തോന്നിവാസികളായ മുസ്ലിയാക്കന്മാർ ഇവിടെ ആളുകളെ, സഹോദരങ്ങളെ, അവരുടെ ദീനിനെ ഇല്ലാതാക്കി കളയുകയാണ്. മഹാനായ ഇമാം അദ്ദഹബി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, ഫതറ ഖൽകൻ കസീറൻ മിനൽ ദുലാൻ യദ്ഖുലൂന ഫിസ്സിഹർ വയളുന്നൂന ഹറാമൻ ഫഖത്ത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരുപാട് മനുഷ്യർ, വഴിവഴിച്ചു പോയിട്ടുള്ള ആളുകൾ അവർ സിഹറിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. വയളുന്നൂന ഹറാമൻ ഫഖത്ത്, അവർ വിചാരിക്കുന്നത് ഹറാമാണെന്ന് മാത്രമാണ്, നിഷിദ്ധമാണെന്ന ബോധ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ ചെയ്യുന്നത്. അവർ പക്ഷെ ധരിക്കുന്നത് അത് ഹറാമാണെന്ന് മാത്രമാണ്. വമാ യശ്ഉറൂന അന്നഹുൽ കുഫർ, അത് ദീനിൽ നിന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കുഫറാണെന്നുള്ള കാര്യം പലരും തിരിച്ചറിയുന്നില്ല. ഫയദ്ഖുലൂന ഫീ തഅല്ലുമി സീമിയാ വഅമലിഹാ, മാജിക്കും അതേപോലെയുള്ള സിഹ്റൻ പ്രവർത്തനങ്ങളും അവർ പഠിക്കുന്നു. വഹിയ മഹ്ലു സിഹർ, അത് വ്യക്തമായ സിഹറാണ്. വഫീ അഖ്ദിൽ മർഇ അൻ സൗജതിഹി വഹുവ സിഹർ, ഒരാളുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് സിഹ്റാൻ. വഹിയ വഫീ മഹബ്ബത്തി സൗജി ലിംറഅതിഹി വഫീ ബുഗ്ളിഹാ വബുഗ്ളിഹി, തന്റെ ഭാര്യയുമായി ഇണക്കമുണ്ടാക്കാനും പിരിക്കാനും ഒക്കെയുള്ള സിഹറുണ്ട്. വഅശ്ബാഹു ദാലിക ബികലിമാത്തിൻ മജ്ഹൂല, ഇതേപോലെ അവ്യക്തമായ ചില മന്ത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം സിഹറാണ്. അക്സറുഹാ ശിർകുൻ വദലാലുൻ, അതിൽ ബഹുഭൂരിപക്ഷവും ഷിർക്കും ദലാലത്തുമാണ്, വഴികേടുമാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറയാൻ. സഹോദരങ്ങളെ, ഈ സിഹർ എന്ന് പറയുന്നത് അത് വീടിനെ തകർത്തെറിയാൻ സാധിക്കുന്ന കാര്യമാണ്. ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തെ തന്നെ നശിപ്പിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ചില ആളുകൾ അത് രോഗിയാക്കുമെങ്കിൽ മറ്റു ചിലരെ ആ രോഗം കൊണ്ട് അവരെ കൊല്ലുവാൻ പോലും സിഹറിന് സാധിക്കുമെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായി കൊണ്ടല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ചിലരെങ്കിലും സിഹറിന്റെ സ്വാധീനത്തെ നിഷേധിക്കുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് സിഹർ ചെയ്ത് മറ്റൊരാളിൽ എന്തെങ്കിലുമൊക്കെ അപായമുണ്ടാക്കാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിന് പുറത്തെന്തോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലാ ഖദറിന് പുറത്തെന്തോ ചെയ്യുന്ന ഒരു കാര്യം പോലെയാണ് ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, സിഹറിന്റെ സ്വാധീനമുണ്ട് എന്ന് നാം പറയുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടി അല്ലാതെ ഒരാൾക്കും മറ്റൊരാളെ ഇവിടെ ദ്രോഹിക്കാൻ സാധിക്കുകയില്ല. മറ്റു ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് ഒരാളെ ദ്രോഹിക്കാൻ സാധിക്കുന്നത് പോലെ തന്നെയാണ് സിഹറിന്റെ സ്വാധീനവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സിഹർ എന്ന് പറയുന്നത് അവ്യക്തമായതാണ്, നമുക്കതിന്റെ കാരണങ്ങൾ കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ അതൊരിക്കലും അഭൗതികമായിട്ടുള്ള കാര്യമല്ല, മറിച്ച് അത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാണുന്ന അത്ഭുതങ്ങളെല്ലാം തന്നെ കറാമത്താണെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളാണ് വലിയ വിഭാഗം സിഹറിൽ അകപ്പെട്ടുകൊണ്ട് അവരുടെ ദീൻ തന്നെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അംബിയ മുർസലീങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മുഅ്ജിസത്തുകളും അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുള്ള അവന്റെ വലിയകൾക്ക് ലഭിക്കുന്ന കറാമത്തുകളും ഈ പറയുന്ന സാഹചര്യങ്ങൾ ചെയ്യുന്ന സിഹറൻ പ്രവർത്തനങ്ങളും സഹോദരങ്ങളെ അത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വേർതിരിച്ച് മനസ്സിലാക്കാത്തതിന്റെ ഫലമാണ് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ അത്ഭുതം കാണിക്കുമ്പോഴേക്കും ഇന്നയാൾ ഔലിയാണ്, അയാളുടെ അടുക്കലേക്ക് പോയാൽ നമ്മുടെ കാര്യങ്ങൾ, ആവശ്യ പൂർത്തീകരണങ്ങൾ നടക്കും, അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ മതി, അയാൾ നിർദ്ദേശിച്ചതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ആളുകൾ തങ്ങളുടെ ദീനും സമ്പത്തും അഭിമാനവും എല്ലാം തന്നെ പണയപ്പെടുത്തുന്നത് പലപ്പോഴും ഇങ്ങനെയാണ്. എന്താണ് സഹോദരങ്ങളെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ അമ്പിയാക്കൾക്ക് അവരുടെ നുബുവത്ത് ആളുകൾക്ക് പ്രകടമാകുന്നതിന് വേണ്ടി, ആളുകൾ അതൊരു നബിയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ കാണിക്കുന്ന അമാനുഷികമായ കഴിവുകളെയാണ് മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള ഒരുപാട് അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രോഗികളെ, പാണ്ഡുരോഗം വന്ന ആളുകളെ ശിഫയാക്കുമായിരുന്നു, മരിച്ചുപോയിട്ടുള്ള ആളുകളെ അദ്ദേഹം ജീവിപ്പിക്കുമായിരുന്നു. ഇതെല്ലാം അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണെന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നത് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അനേകം മുഅ്ജിസത്തുകൾ സഹോദരങ്ങളെ കടന്നുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ ഖറാമത്തുകൾ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആദരവ് എന്നർത്ഥം വരുന്ന ഖറാമത്ത് അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹുവിലേക്ക് സാമീപ്യം നേടിയിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്നതാണ്. അത് ചിലപ്പോൾ അത് പരസ്യമായിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ അത് രഹസ്യമായിട്ടുണ്ടാകാം. എന്നാൽ മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത് അത് പരസ്യമായിട്ടുണ്ടാകുന്ന കാര്യമായിരിക്കും. ഇതാണ് മുഅ്ജിസത്തുകളും സഹോദരങ്ങളെ, അതേപോലെ തന്നെ കറാമത്തുകളും. എന്നാൽ ഈ സിഹർ എന്ന് പറയുന്ന കാര്യം സഹോദരങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. മുഅ്ജിസത്തുകളും ഖറാമത്തുകളും ഒരു വ്യക്തിക്ക് തോന്നുമ്പോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരു അമ്പിയായിനോ ഒരു നബിക്കോ ഒരു മുഅ്ജിസത്ത് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഒരു വലിയനോ അദ്ദേഹത്തിന്റെ ഖറാമത്ത് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമാ കാന ലിറസൂലിൻ അൻ യഅതിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരു റസൂലിനും സാധിക്കുകയില്ല അൻ യഅതിയ ബിആയ, അല്ലാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാൻ, ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാൻ, ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി കൂടാതെ, അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു നബിക്കും ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ള വലിയൊരു മുഅ്ജിസത്താണ് അവരുടെ 2 വിരലുകൾക്കിടയിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് അത് മുക്കിപ്പിടിച്ചപ്പോൾ ഒരുപാട് ആളുകൾക്ക്, ഒരു വലിയ സമൂഹത്തിന് കുടിക്കുവാൻ ഉതകുന്ന രൂപത്തിലുള്ള വെള്ളം അതിലുണ്ടായി എന്നുള്ളതാണ്. വെള്ളത്തിന്റെ ജലപ്രവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 വിരലുകളിലൂടെ ഉണ്ടായി എന്നുള്ളത് സഹിഹായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വഹാബികളും അവരുടെ ദാഹം തീർത്തിട്ടും ആ പാത്രത്തിൽ അത്ര തന്നെ വെള്ളം ബാക്കിയുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ ഇതേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ മരുഭൂമിയിൽ അകപ്പെട്ടപ്പോൾ അവിടത്തേക്ക് ഉപയോഗിക്കാൻ, വുളുവിന് വേണ്ടി ഉപയോഗിക്കാൻ പോലും വെള്ളമില്ലാതായി പോയി. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തയമ്മുമിന്റെ ആയത്തിറക്കുന്നത്. അങ്ങനെ മണ്ണിൽ തയമ്മും ചെയ്തിട്ടാണ് നബിയും സഹാബത്തും നിസ്കരിച്ചത് എന്ന് കാണാൻ സാധിക്കും. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്ന സമയത്ത് വിരലിനിടയിലൂടെ വെള്ളം കൊണ്ടുവരാൻ അവിടത്തേക്ക് സാധിക്കുമായിരുന്നില്ല. അവിടുന്ന് വിശന്നിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തോളം അനുഗ്രഹങ്ങൾ അവിടുന്ന് മറ്റവസരങ്ങളിൽ നൽകിയിട്ടുമുണ്ട്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, മുഅ്ജിസത്താകട്ടെ ഖറാമത്താകട്ടെ അത് ലഭിക്കപ്പെടുന്ന ആളുകൾക്ക് ഒരിക്കലും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഏതൊരു സമയത്തും കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഈ സിഹറിന്റെ ആളുകളെ നിങ്ങൾ തിരിച്ചറിയണം. അവരിതാ ആ സിഹർ എന്ന് പറയുന്ന കാര്യം അവർ പഠിക്കുന്ന കാര്യമാണ്. മുഅ്ജിസത്തും ഖറാമത്തും ഒരാൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യമല്ല. സിഹർ എന്ന് പറയുന്ന ഈ കുഫ്ർ അത് പഠിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ബാബിലോണിയിലെ സിഹറിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കമുണ്ടാക്കുന്ന സിഹർ അവരിൽ നിന്നും അവർ പഠിച്ചെടുത്തിട്ടുണ്ട്, ആ ആളുകൾ പഠിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സിഹർ പഠിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അവൻ ഉദ്ദേശിക്കുമ്പോൾ നൽകുന്ന രൂപത്തിലുള്ള ഒരു കാര്യമല്ല സിഹർ. ഈ കുഫർ മറ്റ് വിജ്ഞാനങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ ദീനിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഈ കുഫർ അത് ആളുകൾ പഠിച്ചെടുക്കുന്നതായിരിക്കും. അങ്ങനെ ആളുകൾക്ക് തോന്നുന്ന രൂപത്തിൽ, തോന്നുന്ന സമയത്തൊക്കെ അവർക്ക് ചെയ്യാനും സാധിച്ചേക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും അവരുടെ മുരീദന്മാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ രൂപത്തിൽ അമാനുഷികമെന്ന് തോന്നുന്ന പൈശാചിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഒരിക്കലും ഒരു അമ്പിയ അങ്ങനെ മുഅ്ജിസത്തുകൾ തോന്നുന്ന സമയത്ത് അവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു വലിയനും തോന്നുന്ന സമയത്ത് അവരുടെ കറാമത്തുകൾ അവരിലൂടെ പ്രകടമാവുകയില്ല. എന്നാൽ സഹോദരങ്ങളെ, ഈ സിഹറിന്റെ ആളുകൾ അവർക്ക് പിശാചിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ രൂപത്തിൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ആളുകളെ വഴികേടിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കറാമത്ത് ലഭിച്ചിട്ടുള്ള ഔലിയാണോ അതല്ല ഈ പറയുന്ന പൈശാചിക പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുത്ത സിഹറാണോ ഇയാളിലുള്ളത് എന്ന് തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു വലിയല്ല, മറിച്ച് പിശാചിന്റെ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന സാഹിറാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ സിഹറിന്റെയും ഔലിയാക്കൾക്ക് ലഭിക്കുന്ന കറാമത്തിന്റെയും മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, സിഹർ സഹോദരങ്ങളെ അത് തെമ്മാടികളിലാണ് കാണുക. സിഹർ എന്ന് പറയുന്നത് തെമ്മാടികളിലാണ് കാണുക. എന്നാൽ അള്ളാഹുവിന്റെ കറാമത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കറാമത്ത് അതൊരിക്കലും തെമ്മാടികൾ സംഭവിക്കുകയില്ല.
മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിലുള്ള ഫർളുകൾ കൃത്യമായി ചെയ്യുന്ന, ഒപ്പം സുന്നത്തുകൾ ചെയ്യുന്ന, ഹറാമുകളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന, കറാഹത്തുകളിൽ നിന്നുപോലും അകന്നു നിൽക്കുന്ന, അള്ളാഹുവിലേക്ക് അടുത്തിട്ടുള്ള സാമീപ്യം സിദ്ധിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിക്കുക എന്നുള്ള നിലക്ക് ഈ രൂപത്തിലുള്ള കറാമത്തുകൾ അവരിൽ വെളിപ്പെടുത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഈ സിഹറിന്റെ ആളുകളെ നോക്കൂ സഹോദരങ്ങൾ, ഈ പറയുന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളല്ല, അവർക്ക് ലഭിച്ചിട്ടുള്ളത് കറാമത്തുമല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണിത്. അവരിൽ നമുക്ക് കാണാൻ സാധിക്കും നിസ്കാരമില്ലാത്ത ആളുകളാണ് ഈ കൂട്ടത്തിൽ ആളുകൾക്ക് കറാമത്തുണ്ടെന്ന് പറയുന്ന ഔലിയാക്കൾ. ശുദ്ധിയില്ലാത്ത ആളുകളെയാണ് നമുക്ക് അവരിൽ കാണാൻ സാധിക്കുന്നത്. മാന്യതയില്ലാത്ത വസ്ത്രധാരണവും മാന്യതയില്ലാത്ത സംസാരങ്ങളും ഇവരുടെ പ്രത്യേകതകളാണ്. ലഹരികളും അതേപോലുള്ള തോന്നിവാസങ്ങളും ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ രൂപത്തിലുള്ള ആളുകൾ സഹോദരങ്ങളെ എന്ത് തന്നെ അത്ഭുതം കാണിച്ചാലും അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഇത് പൈശാചിക പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുക്കുന്ന കാര്യമാണ്. അതല്ലാതെ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ നിസ്കരിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ നോമ്പെടുക്കുന്നവരാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ശുദ്ധിയിൽ നടക്കുന്ന ആളുകളാണ്, മാന്യതയുള്ള സംസാരം പുലർത്തുന്നവരാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ പറയുന്ന കറാമത്തുള്ള ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ ആളുകൾ കൊണ്ടു നടക്കുന്ന ഈ പറയുന്ന ആളുകളെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ നിസ്കാരമില്ല. ഒരു ഉദാഹരണം എന്ന നിലക്ക് നിങ്ങൾ മനസ്സിലാക്കൂ. CM മടവൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഇരു സമസ്തകളും കൊണ്ടു നടക്കുന്ന ഒരു ശൈത്താൻ മരിച്ചുപോയിട്ടുണ്ട്. ഈ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഇയാൾ അല്ലാഹുവിന്റെ ഒരു ഔലിയാണോ, അതല്ല ഈ പറയുന്ന പൈശാചിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു സാഹിറാണോ? സഹോദരങ്ങളെ, ഈ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇയാൾക്ക് നിസ്കാരമില്ല, ഇയാൾ നിസ്കരിക്കുമായിരുന്നില്ല, ഇയാൾ നോമ്പെടുക്കുമായിരുന്നില്ല. നോമ്പെടുക്കുന്ന ആളുകളെ പോലും നോമ്പ് മുറിപ്പിക്കുന്ന ഒരു ശൈത്താനായിരുന്നു. വൃത്തിയുള്ള വസ്ത്രധാരണം ഇയാൾക്കുണ്ടായിരുന്നില്ല. മലീമസമായിട്ടുള്ള അവസ്ഥയാണ് വീടും പരിസരവുമെല്ലാം. സഹോദരങ്ങളെ, ഇതെല്ലാം സാഹചര്യങ്ങളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവർ കാണിക്കുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള അത്ഭുതങ്ങൾ, ഇവർ പറയുന്ന ഏതെങ്കിലുമൊക്കെ പ്രവചനങ്ങൾ ഇത് കണ്ടിട്ട് ഒരാളും അയാൾ ഒരു ഔലിയാണ്, ഈ പറഞ്ഞതെല്ലാം കറാമത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. മറിച്ച് ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്. പിശാച് ഇയാളിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ജനങ്ങളെ വഴിപഴപ്പിക്കാനാണ്. അതുകൊണ്ട് പിശാച് ചില കാര്യങ്ങളൊക്കെ കട്ടുകെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ജ്യോത്സ്യന്മാർക്കും മറ്റും നൽകുന്നത് പോലെ ചില കാര്യങ്ങൾ ഇയാളുടെ ചെവിയിൽ കുറുകുറിയേക്കാം. അതല്ലെങ്കിൽ ഇയാളുടെ എന്തെങ്കിലുമൊക്കെ പൈശാചിക സഹായങ്ങൾ കാരണത്താൽ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ അത്ഭുത സിദ്ധിയുള്ളതായി ആളുകൾക്ക് തോന്നിയേക്കാം. ഇതാണ് വലിയ വായിൽ കറാമത്തുകളായി വിളമ്പുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇത് കറാമത്തുകളല്ല, മറിച്ച് ഇത് പൈശാചിക പ്രവർത്തനങ്ങളാണ്, സിഹറിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. അൽ-ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ ഇത് വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അത്ഭുതം കാണിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ നിങ്ങൾ കൃത്യമായി പരിഗണിക്കേണ്ടതുണ്ട്. അത്ഭുതം കാണുന്ന ഒരു വ്യക്തി അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നതായി നീ കാണുകയാണെങ്കിൽ, ഫർളും സുന്നത്തും ഉൾപ്പെടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നവനായി നീ കാണുകയാണെങ്കിൽ അത് കറാമത്താണെന്ന് നിനക്ക് ധരിക്കാവുന്നതാണ്. എന്നാൽ ഈ പറയുന്ന അത്ഭുത പ്രവർത്തനങ്ങളിൽ ഒരാളിൽ സംഭവിക്കുന്നു, അവൻ അള്ളാഹുവിന്റെ ദീനിൽ നിന്നും അകന്നു കഴിയുകയാണ്, ഫർളുകൾ അവന്റെ ജീവിതത്തിലില്ല, ഹറാമുകൾ ഒരുപാട് കാണുകയാണെങ്കിൽ സഹോദരങ്ങളെ, അദ്ദേഹം പറയുന്നു ഇത് കറാമത്തല്ല, മറിച്ച് സിഹറാൻ, പൈശാചിക പ്രവർത്തനങ്ങളാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഔലിയാക്കളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, ത്വരീഖത്തിന്റെ ശൈഖുമാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, സഹോദരങ്ങൾ, ഇവരിൽ പലരിലും കാണുന്ന കാര്യമാണ്. ഇവർ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇവരുടെ സദസ്സുകളിൽ ലഹരിയാണ് നൽകുന്നത്. ഈ രൂപത്തിലെ ഹറാമുകൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇവർക്ക് ഖുർആൻ പാരായണം ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്നതുപോലെയുള്ള യഥാർത്ഥ രൂപത്തിലുള്ള ദിക്റുകൾ ഇവർക്കില്ല. മറിച്ച് ഇവർ പടച്ചുണ്ടാക്കിയ ഹാ ഹൂ ഹി എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പൈശാചിക ദിക്റുകളാണ് ഇവരുടെ മുഖമുദ്ര എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊന്നും ഔലിയാക്കളുമല്ല, ഇത് അവർ കാണിക്കുന്ന കാര്യങ്ങൾ കറാമത്തുമല്ല എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ സാഹിര്യങ്ങളുടെ ആഭിചാര ക്രിയകൾ ചെയ്യുന്ന മാരണക്കാരന് ചില അടയാളങ്ങൾ കൂടി പറഞ്ഞു വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു വന്നു, ഇത്തരത്തിലുള്ള സിഹറിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പണിയെടുക്കുന്ന ആളുകൾ, അവർ മിക്കവാറും അവർക്ക് വരുന്ന രോഗിയുടെ പേരും അയാളുടെ ഉപ്പയുടെ പേരും ഉമ്മയുടെ പേരും തുടങ്ങിയിട്ടുള്ള ഒരുപാട് അഡ്രസ്സുകൾക്ക് അവർക്ക് ആവശ്യമാണ്. പൈശാചിക പ്രവർത്തനങ്ങൾക്ക് ഇത് അവർക്ക് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് ആ നിലക്കുള്ള പല കാര്യങ്ങളും അവർ ചോദിച്ചറിയും. ചില വേളകളിൽ, ചില സന്ദർഭങ്ങളിൽ വരുന്ന വ്യക്തിയുടെ പേരും വിവരവും ഇയാൾ അങ്ങോട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. പേരും വിവരവും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഈ വ്യക്തി ഏതൊരു ആവശ്യത്തിനാണോ വരുന്നത്, ഏതൊരു രോഗത്തിനാണോ വരുന്നത്, അതൊരു വേള ഈ വ്യക്തി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. സഹോദരങ്ങളെ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതൊക്കെ പൈശാചിക പ്രവർത്തനങ്ങളാണ്.
ഈ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഈ ആവശ്യങ്ങൾ, ഈ വ്യക്തിയുടെ പേര് വിവരങ്ങൾ മറ്റും ഖരീനായി പ്രവർത്തിക്കുന്ന പിശാചുക്കൾക്ക് അത് നിഷ്പ്രയാസം അറിയാൻ സാധിക്കുന്ന കാര്യമാണ്. അത് അഭൗതികമായ ഒരു കാര്യമൊന്നുമല്ല. ആ പിശാജ് ഇയാളിൽ വന്നുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് പിശാജ് ഇയാളെ സഹായിച്ചത്? കാരണം ഇയാൾ പിശാജിന്റെ അടിമയാണ്. ഈ പറയുന്ന ഔലിയാണെന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇയാൾ പിശാജിന്റെ അടിമ വേല ചെയ്യുന്ന, പിശാജിന്റെ അടിമ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, കുഫറുകൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് പിശാജ് ചില സഹായങ്ങൾ ചെയ്യുന്നു. പിശാജിന്റെ ആവശ്യം ഇയാളെയും ഇയാളിലൂടെ ഒരുപാട് ആളുകളെയും ചികിത്സക്കെത്തുന്ന ആളുകളെയും എല്ലാം ഷിർക്കിലേക്ക് തള്ളിവിടുക എന്നല്ലാതെ മറ്റൊരു സഹായവും പിശാജ് ഉദ്ദേശിക്കുന്നില്ല. സഹോദരങ്ങളെ, ഇങ്ങനെ കാണുമ്പോഴേക്കും നോക്കൂ, ഞാൻ വന്നപ്പോൾ തന്നെ എന്റെ പേര് പറഞ്ഞിരിക്കുന്നു, എന്റെ ആവശ്യങ്ങൾ പോലും മഹാൻ മനസ്സിലാക്കിയിരിക്കുന്നു, ഇത് ഇയാളുടെ കറാമത്ത് തന്നെ എന്ന് പറഞ്ഞ് ഇയാളിൽ തന്നെ പൂർണ്ണമായി അവലംബിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത് വ്യക്തമായ കുഫറും സിഹറുമാണ്, അതല്ലാതെ മറ്റൊന്നുമല്ല. അതല്ലാതെ ഒരു നബിക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈബാക്കി വെച്ചിട്ടുള്ള, അദൃശ്യമാക്കി വെച്ചിട്ടുള്ള കാര്യം അറിയാൻ സാധിക്കുകയില്ല. വമാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഗൈബിയായ അദൃശ്യ കാര്യങ്ങൾ ഒന്നും പറയാൻ സാധിക്കുകയില്ല. ഒരാൾ മറ്റൊരാളുടെ പേര് ആ രൂപത്തിൽ ഗൈബ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അയാൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക. അതെന്തു പേരിട്ട് വിളിച്ചാലും ശരി സഹോദരങ്ങളെ, അതിൽ കുഫറിന്റെയും സിഹറിന്റെയും പ്രവർത്തനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതേപോലെ സഹോദരങ്ങളെ, ഇത്തരക്കാരെ തിരിച്ചറിയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, ഇവർ ചികിത്സയ്ക്ക് വേണ്ടി ഖുർആനിന്റെ ആയത്തുകളോ യഥാരൂപത്തിൽ ഹദീസുകളിൽ പഠിപ്പിച്ച ദിക്റുകളോ അല്ല അവർ പറയാറുള്ളത്. പലപ്പോഴും ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ചില ഹോമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ആയിരിക്കും. അതിന്റെ വാചകങ്ങൾ പോലും ആളുകൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുകയില്ല. ആളുകൾക്ക് കേട്ടാൽ ഇതെന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാകാത്ത അഭ്യൂഹം നിറഞ്ഞിട്ടുള്ള പ്രത്യേക വാചകങ്ങളും വാചക ഘടകങ്ങളുമായിരിക്കും ഇവരുടെ സംസാരങ്ങളിലും ദിക്റുകളിലും അതേപോലെ ചികിത്സ എന്ന രീതിയിൽ നിന്നും ഇവർ പറയുന്നത്. അങ്ങനെയാണ് ഒരാൾ ചികിത്സിക്കുന്നതെങ്കിൽ റുഖ്യ ശർഇയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒക്കെ മനസ്സിലാകാത്ത രൂപത്തിലുള്ള വല്ല കാര്യങ്ങളുമാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ മനസ്സിലാക്കുക, ഇത് പൈശാചികമായ ചികിത്സയാണ്. യഥാർത്ഥ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച ചികിത്സയല്ല. ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച ചികിത്സ അത് ഖുർആനിന്റെ ആയത്തുകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളാണ്. ഇത് വ്യക്തമായി ഏതൊരാൾക്കും, കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതിൽ രഹസ്യമില്ല, അതിൽ നിഗൂഢതകളില്ല, അതിൽ അഭ്യൂഹങ്ങൾ നിറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളില്ല. ഇത് പ്രത്യേകം സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതേപോലെ ഇത്തരം സാഹചര്യങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, ഇവരിതാ ഏതൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ആവശ്യങ്ങൾ നടത്തി കൊടുക്കേണ്ടത്, അയാളുടെ ശരീരത്തിൽ ഉപയോഗിച്ച വസ്ത്രമോ അല്ലെങ്കിൽ മുടിയോ ഈ രൂപത്തിൽ വല്ല കാര്യങ്ങളും ആവശ്യപ്പെടും. പ്രത്യേകിച്ചും മറ്റൊരാൾക്ക് ഒരു ഉപദ്രവം നടത്തണം, അയാളുടെ ഷർറ് തടയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷ തേടാൻ ഇയാളുടെ അടുക്കലേക്ക് പോയാൽ ആരിൽ നിന്നാണോ ഷർറ് നിനക്ക് തേടേണ്ടത്, അല്ലെങ്കിൽ ആരെയാണ് നിനക്ക് ഉപദ്രവിക്കേണ്ടത്, അയാളുടെ മുടി കൊണ്ടുവരൂ, അയാളുടെ വസ്ത്രം കൊണ്ടുവരൂ, അയാൾ ഉപയോഗിച്ച എന്ന കാര്യങ്ങൾ കൊണ്ടുവരൂ, ഈ രൂപത്തിലൊക്കെ അവർ പറയുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇത് വ്യക്തമായ സിഹ്റാണ്, ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ജനങ്ങളിൽ ഒരുപാട് ആളുകൾ അവരുടെ കച്ചവടത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, അതല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെയുള്ള കടുത്ത ശത്രുത തീർക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകൾ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഇവർ ധരിക്കുന്നത് ഞാൻ പോകുന്നത് വെള്ളവസ്ത്രധാരിയായ ഉസ്താദിന്റെ അടുക്കലല്ലേ, അതുകൊണ്ട് തെറ്റൊന്നും ഉണ്ടാവുകയില്ല, അവന്റെ ഷർറിൽ നിന്നും രക്ഷപ്പെടാനല്ലേ, അല്ലെങ്കിൽ എനിക്ക് ബാധിച്ചിട്ടുള്ള രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനല്ലേ എന്ന രൂപത്തിൽ പോകുകയാണ്. ഉസ്താദ് ആവശ്യപ്പെടുന്നു, ഇന്നയാളെ പേരെന്താണ്, ഇന്ന സംഭവത്തിന്റെ കാര്യം എന്താണ്, അയാളുടെ മുടിയുണ്ടോ, അയാളുടെ അതുണ്ടോ ഇതുണ്ടോ എന്ന രൂപത്തിൽ ചികിത്സ ആവശ്യാർത്ഥം ചോദിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ തിരിച്ചറിയണം, ഇത് വ്യക്തമായ സാഹിറാണ്. അയാളുടെ ബാഹ്യമായ രൂപം കണ്ടിട്ട് അയാൾ സാഹിറല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, അയാൾ സാഹിർ തന്നെയാണ്. അതല്ലെങ്കിൽ അയാളിൽ കാണുന്ന ഭൗതികമായ വല്ല വിരക്തിയോ അല്ലെങ്കിൽ അയാൾ ചൊല്ലുന്ന ചില ദിക്റുകളോ കണ്ടിട്ട് അള്ളാഹുവിന്റെ വലിയാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഈ രൂപത്തിൽ അഭ്യൂഹങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ചികിത്സയും ദീനുൽ ഇസ്ലാമിൽ ഇല്ല തന്നെ എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഇവരുടെ അടയാളങ്ങളിൽ പെട്ടതാണ് ഈ രൂപത്തിൽ കോഴിമുട്ടയിലോ മറ്റോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാകാത്ത രൂപങ്ങളിൽ എഴുതി വെക്കുക, ഊർക്കുകളിലും ഏലസുകളിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാകാത്ത ചില അക്ഷരങ്ങൾ എഴുതി കൊടുത്തിട്ട് അത് ഇന്ന സ്ഥലത്ത് പോയി കുഴിച്ചിടുക, ഇന്ന സ്ഥലത്ത് പോയി അത് വെക്കുക, ഈ രൂപത്തിലുള്ള വർത്തമാനങ്ങളാണ് ഇവർ പറയുന്നതെങ്കിൽ മനസ്സിലാക്കുക, ഇത് സാഹിര്യങ്ങളാണ്. ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കടുത്ത കുഫറും ഷിർക്കുമാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒരു നിലക്കും ഇത്തരം സാഹചര്യങ്ങളുടെ അടുക്കലേക്ക് പോകാൻ പാടില്ല. അത് സിഹർ ചെയ്യാനാണെങ്കിലും ശരി,
അതല്ലെങ്കിൽ സിഹ്റേറ്റ വ്യക്തി അത് ബാത്തിലാക്കാൻ, അത് ചികിത്സിക്കാനാണെന്നുള്ള പേരിലാണെങ്കിലും ശരി, ഒരിക്കലും പോകാൻ പാടില്ല സഹോദരങ്ങളെ. നമ്മുടെ ദുനിയാവിന് വേണ്ടി, ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മുടെ ദീൻ വിട്ടുകൊടുക്കാൻ പാടില്ല. സഹോദരങ്ങളെ മനസ്സിലാക്കുക, ചിലപ്പോൾ രോഗമായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, കടമായിരിക്കാം, പ്രയാസമായിരിക്കാം. ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ വന്ന് പറഞ്ഞു കൊടുക്കും, ഇന്ന് ഉസ്താദിന്റെ അടുക്കലേക്ക് പോ, ഇന്ന് അയാളുടെ അടുക്കലേക്ക് പോ, ഇന്ന് വലിയന്റെ അടുക്കലേക്ക് പോ, അയാളുടെ അടുക്കൽ കൃത്യമായ ചികിത്സയുണ്ട് എന്ന് പറഞ്ഞ് തള്ളിവിടുകയാണ്. അങ്ങനെ മനസ്സോടുകൂടി പോലും തൗഹീദിന്റെ അടിസ്ഥാനങ്ങൾ അറിയുന്ന ആളുകൾ പോലും ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത്തരക്കാരുടെ അടുക്കലേക്ക് പോയി ആവശ്യങ്ങൾ പറയാൻ അയാൾ ചോദിക്കുകയാണ്, ഇന്ന കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ കടം നീങ്ങിക്കോളും, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, നിങ്ങളുടെ രോഗം മാറിക്കോളും. സഹോദരങ്ങളെ, ഇതെല്ലാം സിഹറിന്റെ വ്യത്യസ്ത ഇനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. മറിച്ച് അറിയുക, ഇത്തരം രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളാണ്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ പതറാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മാർഗത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി അള്ളാഹുവിനോട് സബർ കാണിച്ചുകൊണ്ട് ജീവിതം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ വല്ലാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു പോം വഴി നൽകുന്നതാണ്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളുടെ അടുക്കലേക്കാണ് ചികിത്സാർത്ഥം പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ദുനിയാവിൽ പരീക്ഷണം നീങ്ങിപ്പോകുകയില്ല. നാളെ ആഖിറത്തിലും യാതൊരു ഓഹരിയുമില്ലാതെ സ്വർഗപ്രവേശനം തടയപ്പെടുന്ന കടുത്ത ശിർക്കായി അത് രേഖപ്പെടുത്തുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ മുസ്ലിം ഉമ്മത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, പലപ്പോഴും ഇത്തരത്തിലുള്ള സിഹറിൻ്റെയും കണ്ണേറിൻ്റെയും അസൂയക്കാരുടെ അസൂയയിൽ നിന്നുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് ആളുകൾക്കുണ്ടാകുന്ന ഒരു വലിയ വിഷമം തന്നെയാണ്. ഏതൊരു പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും ദീനുൽ ഇസ്ലാമിൽ കൃത്യമായ ചികിത്സയുണ്ട് എന്നുള്ളത് നാം വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഇത്തരം സിഹറിൻ്റെയോ കണ്ണേറിൻ്റെയോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ അവർ ചെയ്യേണ്ടത് ഈ പറയുന്ന രൂപത്തിലുള്ള ഉസ്താദുമാരെന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരെന്ന് പറയുന്ന സാഹചര്യങ്ങളുടെ അടുക്കലേക്ക് പോകുക എന്നുള്ളതല്ല. തങ്ങന്മാരെന്ന് പറയുന്ന വ്യാജ ചികിത്സകരുടെ അടുക്കലേക്ക് പോയി തങ്ങളുടെ ദീനും സമ്പത്തും അഭിമാനവും നഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വന്നിട്ടുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ ഇത്തരം കാര്യങ്ങളെ ചെറുത്തു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള കാര്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മാർത്ഥമായി അല്ലാഹു തആലയോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം. അല്ലാഹു ചോദിച്ചില്ലേ, അമ്മ യുജീബുൽ മുദ്തറ ഇദാ ദഅാഹ് വയക്ഷിഫു സൂ. അല്ലാഹു തആല അവനെ കുറിച്ച് പറയുകയാണ്, അല്ലാഹു അല്ലാതെ മറ്റാരെങ്കിലും ഒക്കെ ഇലാഹുണ്ടോ? എങ്ങനെയുള്ളവനാണ് അവൻ? അമ്മ യുജീബുൽ മുദ്തർ, പ്രയാസമുള്ള ആളുകളുടെ തേട്ടത്തിന് ഉത്തരം നൽകുന്നവനാണ് അവൻ. വയക്ഷിഫു സൂ, നിങ്ങൾക്ക് ബാധിച്ച ദുരിതം നീക്കിത്തരുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നവനെ കുറിച്ച് തന്നെ അവൻ പരിചയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ അവർ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, അള്ളാഹുവിനോട് ഒരു കാര്യം ദുആ ചെയ്താൽ അതൊരു വേള ഉടനെ ഉത്തരം നൽകും. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണാർത്ഥം അതല്പം വൈകിപ്പിച്ചേക്കാം. അതിന്റെ പിന്നിലെല്ലാം അള്ളാഹുവിന് വ്യക്തമായ ഹിക്മത്തുണ്ട്. നിങ്ങൾ കൂടുതൽ പ്രയാസം അനുഭവിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ കേണപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണത്. നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത്. മറിച്ച് അല്ലാഹു തആലയോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിനോട് തനിക്ക് ബാധിച്ചിട്ടുള്ള രോഗങ്ങളിൽ നിന്നും സഹോദരങ്ങളെ ദുആ ചെയ്യുക. അല്ലാഹു തആല പറഞ്ഞല്ലോ, വഇദാ സഅലക ഇബാദി അന്നി, നബിയെ എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പറയുക, ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, എന്നോട് ദുആ ചെയ്താൽ അവരുടെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോടുകൂടി അള്ളാഹുവിനോട് ആവർത്തിച്ച് ദുആ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ചികിത്സ. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഖുർആനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ കലാം ഖുർആൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാ ആയി നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അത് രോഗശമനമായി നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കാകട്ടെ,
മാനസികമായ ബുദ്ധിമുട്ടുകൾക്കാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനമായി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ സാധിക്കുന്ന അത്ര പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. സഹോദരങ്ങളെ, ഈ പറയുന്ന നിർദ്ദേശങ്ങൾ ഇത്തരം രോഗങ്ങൾ വന്നയാളുകൾക്കും അതേപോലെ തന്നെ അത്തരം രോഗങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്, വലിയ മുസീബത്ത് തന്നെയാണത് എന്ന് ഭയപ്പെടുന്ന ആളുകളും സ്വീകരിക്കേണ്ട രക്ഷാ നടപടികളാണ്. പലപ്പോഴും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ചികിത്സയേക്കാൾ ഫലപ്രദം രക്ഷാമാർഗങ്ങളാണ്, വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദുആ ഒന്നും ചെയ്യുക, അല്ലാഹു ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളും മുസീബത്തുകളും എനിക്കുണ്ടാകരുത് എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ സഹോദരങ്ങളെ ഖുർആൻ നന്നായി പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറയെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു, ഇഖ്റഉ സൂറത്തുൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. ഫഇന്ന അഖ്ദഹ ബറക, സൂറത്തുൽ ബഖറ അത് ഓതുന്നത് ബറക്കത്ത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കാര്യമാണ്. വതർകഹ ഖസ്റ, അതാരെങ്കിലും ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ നഷ്ടമുണ്ടാകുന്നതാണ്. വലാ തസ്തതിഉഹ അൽ ബഖല, സാഹിറന്മാർക്ക് ഈ പറയുന്ന സൂറത്തുൽ ബഖറ ഓതിയവനെ അവന്റെ മേൽ അവന്റെ സിഹർ ഫലിപ്പിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ സംരക്ഷണം നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറ പ്രയാസമുള്ളവരും പാരായണം ചെയ്യുക, അല്ലാത്ത ആളുകളും പാരായണം ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നും പിശാച് വിരണ്ടോടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ സൂറത്തുൽ ബഖറ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഖുർആനിൽ നിന്നും മറ്റൊരുപാട് സൂറത്തുകളും ഓതിക്കൊണ്ടേയിരിക്കുക. ഈ പറയപ്പെട്ട പ്രധാനപ്പെട്ട സൂറത്തുകളും ആയത്തുകളും പാരായണം ചെയ്യുക. ആയത്തുൽ കുർസിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വ്യത്യസ്ത ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആയത്തുൽ കുർസി എന്നു രാവിലെ പാരായണം ചെയ്യേണ്ടതാണ്, അതേപോലെ തന്നെ വൈകുന്നേരം പാരായണം ചെയ്യേണ്ടതാണ്, ഉറങ്ങുന്നതിന് മുമ്പും പാരായണം ചെയ്തിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം യസൽ അലൈക മിനല്ലാഹി ഹാഫിൾ, ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്ത് ഉറങ്ങുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഒരു സംരക്ഷകൻ, ഒരു മലക്ക് സംരക്ഷകനായി അവൻ ഉണ്ടാകുന്നതായിരിക്കും. വലാ യഖ്റബുക ശൈത്താൻ, പിശാച് നിന്റെ അടുക്കലേക്ക് വരികയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ ആയത്തുൽ കുർസി ഓതുന്നവനും വൈകുന്നേരം ആയത്തുൽ കുർസി ഓതുന്നവനും പിശാചിന്റെ ശർറിൽ നിന്നും രക്ഷ ലഭിക്കും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അതേപോലെ സഹോദരങ്ങളെ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആമന റസൂൽ സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്ത് പാരായണം ചെയ്യുന്നതിന് വലിയ നേട്ടമുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈല കഫതാഹു, ആരെങ്കിലും രാത്രിയിൽ സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ കഫതാഹു, ആ 2 ആയത്തുകൾ അവന് മതിയായതാണെന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു കാണാൻ സാധിക്കും. എല്ലാവിധ ഷർറുകളിൽ നിന്നും എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും ഈ 2 ആയത്തുകൾ അവൻ പാരായണം ചെയ്താൽ അതവന് മതിയാകുന്നതാണ് എന്നാണ്. ഇതും പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ സഹോദരങ്ങളെ, സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും ഇത് രാവിലെ 3 പ്രാവശ്യം വൈകുന്നേരം 3 പ്രാവശ്യം ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം ഓരോ പ്രാവശ്യവും ഇത് പാരായണം ചെയ്യേണ്ടതാണ്. നിസ്കാരങ്ങൾക്ക് ശേഷം അതേപോലെ തന്നെ ആയത്തുൽ കുർസിയും പാരായണം ചെയ്യുന്നതിൽ വലിയ ഖൈർ ഉണ്ടാക്കുന്ന കാര്യമാണ്. മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ, എല്ലാ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ആരെങ്കിലും പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള തടസ്സം അത് മരണം മാത്രമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രൂപത്തിൽ ആയത്തുൽ കുർസി ധാരാളമായി പാരായണം ചെയ്യുക, ഇതൊക്കെയാണ് പ്രതിവിധി. അതേപോലെ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ സഹോദരങ്ങൾ, അദ്കാറുസ് സബാഹ്, അദ്കാറുൽ മസാ, സുബഹി നിസ്കാര ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം സഹോദരങ്ങളെ രാവിലെയുള്ള ദിക്റുകൾ ചൊല്ലേണ്ട സമയമാണ്. അസറിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയം അതല്ലെങ്കിൽ അല്പം കഴിഞ്ഞിട്ടും വൈകുന്നേരമുള്ള ദിക്റുകൾ ചൊല്ലേണ്ട സമയമാണ്. ഈ പറയപ്പെട്ട ദിക്റുകൾ സ്വഹീഹായ ഹദീസിന്റെ കിതാബുകളിലുണ്ട്. അതിലുള്ള ദിക്റുകൾ സഹോദരങ്ങളെ വളരെ കൃത്യമായി നമ്മൾ പാരായണം ചെയ്യുക. ഇത്തരം ഷർറുകളിൽ നിന്നും രക്ഷ ലഭിക്കാനുള്ള കാര്യമാണ്. ഇതിനെല്ലാം പുറമെ നമ്മൾ ഫർളായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുക. പുരുഷന്മാരാണെങ്കിൽ മസ്ജിദിൽ വന്നുകൊണ്ട് 5 നേരത്തെ നിർബന്ധ നിസ്കാരങ്ങൾ നിർവഹിക്കുക. വിശിഷ്യ സുബ്ഹ് നിസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സല്ലൽ സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ആരെങ്കിലും സുബ്ഹ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ നിന്നും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. ഹറാമായ മുൻകറായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. കാരണം നമ്മളിൽ ഹറാമുകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ പിശാചിന്റെ സ്വാധീനം നമ്മളിൽ ഉണ്ടാകുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം നമ്മളിൽ നിന്നും കുറഞ്ഞു പോകും. അങ്ങനെ പിശാചിനൊരു മദ്ഖൽ, അവന് പ്രവേശിക്കാനുള്ള ഒരു മാർഗമായി തീരും. നമ്മുടെ ഈമാൻ കുറയുന്ന സമയത്ത്, നമ്മളിൽ തിന്മകൾ സംഭവിക്കുന്ന സമയത്ത് സഹോദരങ്ങളെ പിശാചിന് കയറിക്കൂടാനുള്ള, പിശാചിന് ഉപദ്രവം ഉണ്ടാക്കാനുള്ള സ്വാധീനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ചിലപ്പോൾ വസ്വാസുകളായിരിക്കാം, ദുർബോധനങ്ങളായിരിക്കാം, മറ്റു ചിലപ്പോൾ അതല്ലാത്ത ഷർറുകളുമായിരിക്കാം. അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ മുന്നേറാൻ ശ്രമിക്കുക. കാരണം അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ നിന്നും പിശാചുക്കൾ വിരണ്ടോടുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള ചികിത്സാ രീതികളാണ്, ഈ രൂപത്തിലുള്ള ജീവിത ശൈലികളാണ്, ജീവിത മാർഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും
ആ രൂപത്തിലുള്ള അസൂയക്കാരുടെ അസൂയയിൽ നിന്നുമെല്ലാം നമുക്ക് രക്ഷ നേടാനുള്ള മാർഗം എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റും ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ അതീവ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ നമ്മൾ മറന്നുപോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു തുറവ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.